Hi students, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ പരിഹാരം എന്നുള്ള ചാപ്റ്ററിലെ 3ാമത്തെ പാർട്ടാണ്. അതായത് മൾട്ടിപ്പിൾ ആൻഡ് പാർട്ട്, മടങ്ങും ഭാഗവും എന്നുള്ള ഭാഗമാണ്. നമ്മൾ ആദ്യത്തെ 2 വീഡിയോയിൽ പഠിച്ചത് എന്തൊക്കെയാണ്? 1-2 ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഒരു സംഖ്യ, ഒരു നമ്പർ, അതിനെ എക്സ് എന്നെടുക്കാം. അതിൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ 15 കിട്ടി എങ്കിൽ സംഖ്യ എത്ര, നമ്പർ എത്ര? ഒരു സം ഓഫ് എ നമ്പർ ആൻഡ് 5 ഈസ് 15, ദെൻ വാട്ട്സ് എ നമ്പർ? അപ്പം നമ്മൾ എന്താണ് ചെയ്തത്? ആ നമ്പർ ഈക്വൽ ടു ഓൾറെഡി ഉള്ള 15 ഇവിടെ എഴുതി, പ്ലസ് 5 അപ്പുറത്ത് പോകുമ്പം അതിന് -5 ആകും. അപ്പോൾ എക്സ് ഈക്വൽ ടു 15 - 5 10 എന്ന് കിട്ടി. അതേപോലെ നമ്മൾ വേറെ പ്രോബ്ലം ചെയ്തത്, ഒരു നമ്പർ, അതിൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുമ്പം 20 കിട്ടി. 4 സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ ഈസ് 20. ഒരു സംഖ്യയിൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ 20 കിട്ടിയാൽ സംഖ്യ എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ് കാണാൻ വേണ്ടി 20 എഴുതിയിട്ട് ഈ -4 അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? അത് +4 ആയി. അപ്പോൾ 20 + 4 24 എന്ന് കിട്ടി. അതേപോലെ നമ്മൾ പഠിച്ചത് 2 ടൈംസ് എ നമ്പർ എക്സ് ആണ്. 2 ടൈംസ് 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2 × x ഈക്വൽ ടു 10 ആണെങ്കിൽ സംഖ്യ എന്ത് എന്ന് പറഞ്ഞാൽ 10 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 2നെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ആകും, അത് 5 എന്ന് വാല്യൂ കിട്ടി. എ നമ്പർ ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 2 ആണെങ്കിൽ നമ്പർ എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡിവിഷൻ എന്താകും? മൾട്ടിപ്ലിക്കേഷൻ ആയി മാറി. ഇപ്പം 2 5s are 10. അഡിഷൻ അപ്പുറത്ത് പോകുമ്പോൾ സബ്ട്രാക്ഷൻ ആവും, -4 അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്ത് വരുമ്പം ഡിവിഷൻ ആവും, ഡിവിഷൻ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ആദ്യത്തെ 2 പാർട്ടിൽ ഞാൻ പടം വരച്ചും കാണിച്ചു, പിന്നെ എക്സ് ഇട്ടുള്ളതും കാണിച്ചു. എക്സ് ഇട്ടുള്ളതിനാണ് നമ്മൾ ആൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം എന്നൊക്കെ പറയുന്നത്. നമുക്കത് നേരത്തെ അറിയാവുന്നതാണ്. അപ്പോൾ ഈ പാർട്ടിൽ തൊട്ട് ഇനി ആ പടം വരച്ച് കാണിക്കാതെ ഡയറക്റ്റ് നമ്മൾ എക്സ് ഇട്ട് അങ്ങ് എഴുതുക. നമുക്ക് ഏത് ആൽഫബറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നോർമലി നമ്മൾ സാധാരണ എക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി വേറെ ആൽഫബറ്റ് യൂസ് ചെയ്തെന്ന് പറഞ്ഞൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു പാർട്ട്, മൾട്ടിപ്പിൾ ആൻഡ് പാർട്ട് അല്ലെ മടങ്ങും ഭാഗവും എന്ന ആ പോർഷൻ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചോദ്യങ്ങൾ തരാം. അതായത് പേജ് നമ്പർ 84 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമ്മൾ ഈ ആൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രീതി ഉപയോഗിച്ച് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്സും നോക്കി അതേപോലെ എഴുതി എടുത്ത് പഠിക്കുക. ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്: ദ സം ഓഫ് 2 ടൈംസ് എ നമ്പർ ആൻഡ് 7 ടൈംസ് ദ സെയിം നമ്പർ ഈസ് 27. വാട്ട് ഈസ് ദ നമ്പർ? അതായത് ഒരു സംഖ്യയുടെ 2 മടങ്ങും 7 മടങ്ങും കൂട്ടിയപ്പോൾ 27 കിട്ടി. സംഖ്യ എന്താണ്? ഞാൻ പറഞ്ഞു ഇവിടെ ആൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപത്തിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് നമ്പറിനെ എക്സ് എന്ന് എടുക്കാമല്ലോ. നമ്പർ ഈക്വൽ ടു എക്സ്, അല്ലെങ്കിൽ സംഖ്യയെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ അതിൻ്റെ 2 മടങ്ങ് 2 ടൈംസ് എ നമ്പർ അല്ലേ? അപ്പം എന്തെഴുതാം? 2 ടൈംസ് എ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 2 ടൈംസ് എ നമ്പർ എന്ന് പറയുമ്പോൾ 2 × x, 2x ആണ് അല്ലേ? 2 മടങ്ങ്, സംഖ്യയുടെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ എന്തായി? 2x ആയി. ഇനി അതിൻ്റെ കൂടെ 7 മടങ്ങും കൂടെ കൂട്ടിയപ്പോഴല്ലേ 7 ടൈംസ് ദ നമ്പറും കൂടെ കൂട്ടി. അപ്പോൾ 7 ടൈംസ് ദ നമ്പർ എന്ന് പറയുന്നത് എന്താവും? 7 ടൈംസ് ദ നമ്പർ എന്ന് പറയുന്നത് 7x ആണ് അല്ലേ? 7 മടങ്ങ് എന്ന് പറയുന്നത് 7x ആയി. ഇനി അത് തമ്മിൽ കൂട്ടണം. ദ സം ആണ് പറഞ്ഞിരിക്കുന്നത്. സം ഓഫ് 2 ടൈംസ് എ നമ്പർ ആൻഡ് 7 ടൈംസ് ദ സെയിം നമ്പർ. അതിൻ്റെ കൂട്ടിയപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ എഴുതാം? ഇനി നമുക്ക് ഇക്വേഷൻ ഫ്രെയിം ചെയ്യാമല്ലോ. അപ്പോൾ 2xൻ്റെ കൂടെ 7x കൂട്ടിയപ്പോൾ 27 കിട്ടി.
ഇനി 2x-ഉം 7x-ഉം കൂട്ടാവോ ഇല്ലയോ, അതാണ് ഞാൻ അടുത്ത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇവിടെ വേരിയബിൾ അഥവാ എക്സ് തന്നെ ആ രണ്ടിടത്തും കിടക്കുന്നത് അല്ലെ. 2 മടങ്ങിന്റെ കൂടെ 7 മടങ്ങ് സെയിം നമ്പർ എന്ന് പറയുന്നുണ്ട് അല്ലെ. അതേ സംഖ്യയുടെ 7 മടങ്ങാ. അപ്പോൾ വ്യത്യാസം ഉണ്ടോ? എക്സിന് വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ 2x-ഉം 7x-ഉം കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? 9x വന്നു. 9x ആണ് 27 അല്ലെ. അപ്പൊ 9x 27 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എക്സിനെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 27. നമുക്ക് എക്സ് ആണ് വേണ്ടത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. ഹൗ മെനി ടൈംസ് 9 in 27? 3 ടൈംസ്. എക്സ് എന്താണ്? 3 എന്ന് കിട്ടി. എക്സ് ആരാണ്? സംഖ്യ അഥവാ നമ്പർ. അപ്പൊ നമ്പർ ഈക്വൽ ടു 3 എന്ന് കിട്ടിയല്ലോ. അല്ലെങ്കിൽ സംഖ്യ സമം 3 എന്ന് ആൻസർ എഴുതുക. ഇനി വേറൊരു ചോദ്യം കൂടെ ഞാൻ തരാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 99 added to 12 times a number gives 21 times the number. അതായത് ആ സെയിം നമ്പറിന്റെ വാട്ട് ഈസ് ദ നമ്പർ? ഒരു സംഖ്യയുടെ 12 ടൈംസ് 12 മടങ്ങിനോട് 99 കൂട്ടിയപ്പോൾ സംഖ്യയുടെ 21 ടൈംസായി, 21 മടങ്ങായി എങ്കിൽ സംഖ്യ എന്താ? അപ്പം നമുക്ക് ആദ്യം എന്തെടുക്കാം? സംഖ്യയെ നമ്പറിനെ എക്സ് എന്നെടുക്കാം. അതായത് സംഖ്യ എന്ന് പറയുന്നത് എക്സ്. ഇനി അതിൻ്റെ 12 ടൈംസ് ദ നമ്പർ കണ്ടോ? 12 മടങ്ങ്. അപ്പം 12 ടൈംസ് ദ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 12x അല്ലേ? 12 into x. 12 മടങ്ങ്. സംഖ്യയുടെ 12 മടങ്ങ് എന്ന് പറഞ്ഞാൽ 12x ആണ്. 12 ഗുണം x ആണ്. ഇനി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ വായിക്കുക. ഇനി 21 മടങ്ങും ഉണ്ടല്ലോ. അത് ഈ 99-ഉം 12 മടങ്ങും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ സംഖ്യയുടെ 21 മടങ്ങായി. അപ്പൊ 21 ടൈംസ് ദ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 21x അല്ലേ? അല്ലെങ്കിൽ 21 മടങ്ങ് എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ 21 മടങ്ങ് എന്ന് പറഞ്ഞാൽ 21x ആണ്. ഇനി ചോദ്യത്തിലേക്ക് ഒന്നും കൂടെ പോകും. ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി ചെയ്യുക. 99 added to 12 times the number. 12 ടൈംസ് നമ്പർ 12x ആണ്. 12 മടങ്ങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ 99 കൂട്ടിയപ്പോൾ ആ സംഖ്യയുടെ ആഡ് ചെയ്തപ്പോൾ ആ നമ്പറിൻ്റെ 21 ടൈംസ് ആയി, 21 മടങ്ങായി. ക്ലിയർ ആയോ? ഈ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഈ ഒരു മാത്തമാറ്റിക്കൽ ഫോം, ഓൾജിബ്രൈക് ഫോം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് രണ്ടിടത്തും എക്സ് കിടപ്പുണ്ട് അല്ലേ. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താ? ഒരു സംഖ്യയുടെ 12 മടങ്ങിനോട് 99 കൂട്ടിയപ്പോൾ 21 മടങ്ങായി. ഒരു നമ്പറിന്റെ 12 ടൈംസിനോട് 99 ആഡ് ചെയ്തപ്പോൾ 21 ടൈംസ് സെയിം നമ്പറായി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാമോ? 21 ടൈംസ് ആ നമ്പറിൽ നിന്ന് 12 ടൈംസ് ആ നമ്പർ സബ്ട്രാക്ട് ചെയ്തപ്പോൾ 99 കിട്ടിയെന്ന് പറയാമോ? 21 മടങ്ങിൽ നിന്ന് 12 മടങ്ങ് കുറച്ചപ്പോൾ 99 കിട്ടിയെന്ന് പറയാമല്ലോ അല്ലേ. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഓൾജിബ്രൈക് ഫോമിൽ എക്സ് എല്ലാം കൂടെ ഒരിടത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കൂടെ കിടക്കുന്ന സംഖ്യ 12ഉം ഇവിടെ എക്സിൻ്റെ കൂടെ കിടക്കുന്ന സംഖ്യ 21. രണ്ടും പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ വലിയ സംഖ്യ കിടക്കുന്നിടത്തോട്ട് ചെറുതിനെ അങ്ങ് കൊണ്ടുപോകാം. അതായത് ഇവിടെയാണ് വലിയ സംഖ്യ 21 കിടക്കുന്നത്. 21xന്റെ അടുത്തോട്ട് ഈ 12xന്റെ സൈൻ എന്താ? ഇവിടെയാണ് സൈൻ, തൊട്ട് മുമ്പിലാണ് സൈൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്പർ വരേണ്ടത്. അപ്പോൾ ഇവിടെ സൈൻ ഒന്നും ഇല്ല. സൈൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതെന്താണ്? പ്ലസ് ആണ്. ആ പ്ലസ് 12x അപ്പുറത്ത് പോകുമ്പോൾ -12x ആയി. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ അതായത് ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്ത് ഇപ്പം 12x ഉണ്ടോ? ഇല്ല, അതിനപ്പുറത്തോട്ട് കൊണ്ടുപോയി. പിന്നെ ബാക്കി എന്തേ ഉള്ളൂ? 99 ഉള്ളൂ. ഇനി വലതുവശം ഒന്ന് സോൾവ് ചെയ്ത് 21xൽ നിന്ന് 12x കുറയ്ക്കുക. അതായത് 21ൽ നിന്ന് 12 കുറച്ചാൽ പോരെ. അപ്പം എത്ര വന്നു? 9 വന്നു. അപ്പോൾ 9x ആണ് വലതുവശത്ത് ഈക്വൽ ടു സൈൻ്റെ റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ 99. അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ എഴുതാമല്ലോ, 9x = 99 എന്ന് എഴുതാമല്ലോ.
അതിൻ്റെ അർത്ഥം എന്താ? എക്സിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അല്ലെങ്കിൽ എക്സിൻ്റെ 9 മടങ്ങാണ് 99. അപ്പോൾ എക്സ് എങ്ങനെ കാണാം? ഈ 99നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷനായി, ഗുണിച്ചിരിക്കുന്നത് വലതുവശത്ത് വരുമ്പോൾ ഹരണമായി. അപ്പോൾ എത്ര വന്നു? എക്സ് എന്ന് പറയുന്നത് 11ആയി. അപ്പോൾ സംഖ്യ കിട്ടിയല്ലോ, നമ്പർ ഈക്വൽ ടു 11 എന്ന് കിട്ടി. സംഖ്യ 11 എന്ന് കിട്ടി. ഇനി നമുക്ക് പേജ് നമ്പർ 85 ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നോക്കാം. ഈ പേജ് നമ്പർ 85 ആദ്യത്തെ ചോദ്യം ഇതാണ്. A third of a piece of rope cut away leaves 10 meters. What was the original length? അതായത് ഒരു പീസ് ഓഫ് റോപ്പ് ഉണ്ടായിരുന്നു, ഒരു കയറ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് a third, അതായത് 1/3 പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1/3 ഭാഗം അതിനെ കട്ട് ചെയ്ത് മാറ്റി, കട്ട് അവേ ലീവ്സ് 10 meters. അപ്പോൾ ബാക്കിയുള്ളത് 10 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ലെങ്ത് എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം റോപ്പിൻ്റെ നീളം, റോപ്പിനൊന്ന് വരയ്ക്കാം, എന്നിട്ട് അതിൻ്റെ നീളമൊക്കെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാണ് റോപ്പ് എന്ന് വിചാരിക്കുക. അതിനെ 3 ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. അതിൽ കണ്ടല്ലോ 3ആയിട്ട് മുറിച്ചു. ഈ 3ആയിട്ട് മുറിച്ചതിൽ ഒരു ഭാഗം, 1/3 ഭാഗം ആ മുറിച്ച് കളയുന്നു, a third of a piece. അപ്പോൾ ഇത്രയും മുറിച്ച് കളഞ്ഞു. അപ്പോൾ ബാക്കി എത്രയാ ഉള്ളത്? ഇവിടെ തൊട്ട് ഇവിടം വരെ അല്ലെ, അതാണ് 10 മീറ്റർ. അപ്പോൾ ഇവിടം വരെയാണ് 10 മീറ്റർ. മനസ്സിലായോ? അങ്ങനാണെങ്കിൽ റോപ്പിന്റെ ലെങ്ത് എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റോപ്പിന്റെ ലെങ്ത് ശരിക്കും എവിടെ തൊട്ട് എവിടം വരെയാ ഉള്ളത്? ഇവിടം തൊട്ട് ഇവിടം വരെയാണ് റോപ്പിന്റെ നീളമുള്ളത്. അതിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അപ്പൊ ലെങ്ത് ഓഫ് ദി റോപ്പ്, ഒറിജിനൽ ലെങ്ത് ഓഫ് ദി റോപ്പ് ഈക്വൽ ടു എക്സ് എന്ന് എടുക്കാം. എക്സ് എന്താണ്? എക്സ് മീറ്റർ അല്ലെ. നമ്മൾ എത്ര ഭാഗമാണ് കട്ട് ചെയ്ത് കളഞ്ഞത്? 1/3 of a piece, a third of a piece, 1/3 ഭാഗം. അപ്പോൾ 1/3 ഭാഗത്തിന് എങ്ങനെ എഴുതുന്നത്? 1/3, 1/3 എക്സ് ആണ് നമ്മൾ മുറിച്ച് കളഞ്ഞത്. ഈ 1/3 എക്സിന് x/3 എന്ന് എഴുതാമല്ലോ, കാരണം എന്താ? 1 × x എക്സ് തന്നെയാണ് അല്ലെ. അപ്പൊ x/3 ഭാഗം കളഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 1/3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2/3 അല്ലേ ബാക്കി മിച്ചമുള്ളത് അല്ലെ. 1/3 നമ്മൾ കളഞ്ഞു, ബാക്കിയുള്ളത് 2/3 ആണ്. അപ്പൊ ഇത് മുഴുവനും കൂടെ 2/3 ഭാഗമുള്ള ആരുടെ? മുഴുവൻ റോപ്പിന്റെ. അപ്പൊ എന്താ എഴുതാം? 2/3 എക്സ് ആണ് എന്ത്? 10 മീറ്റർ. മനസ്സിലായോ? 1/3 ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു, ബാക്കി 2/3. ഈ 2 എങ്ങനെയാ കിട്ടിയത്? രണ്ടും ഒന്നും കൂടെ കൂട്ടുമ്പോഴല്ലേ ആകെ 3 ഭാഗമായത്. അപ്പം ആകെ 3 ഭാഗത്തിൽ ഒരു ഭാഗം കളഞ്ഞുകൊണ്ട് 1/3യും ബാക്കി 2 ഭാഗം ഉള്ളത് കൊണ്ട് 2/3 എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് അത്. ആകെ റോപ്പിന്റെ 2/3 ഭാഗം 10 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി ഇതിനെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഈ ഡിവിഷൻ ഹരിച്ചിരിക്കുന്ന അപ്പുറത്ത് പോകുമ്പോൾ ഗുണനമാവും. അപ്പൊ എന്താ? 2 അതേപോലെ എഴുതി, എക്സും എഴുതി. ഈ ഹരിച്ചിരിക്കുന്ന 3 അപ്പുറത്ത് പോകുമ്പം ഗുണനമായി 10 × 3 ആയി. അപ്പൊ 2x എത്ര വന്നു? 10 × 3 30ആയി അല്ലെ. ഇനി ഈ ഗുണിച്ചിരിക്കുന്ന അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണ്ടേ. അപ്പൊ എക്സ് ഈക്വൽ ടു 30നെ ഈ 2 കൊണ്ട് ഹരിക്കണം. 30നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 15 എന്ന് കിട്ടിയില്ലേ. എക്സ് ആണല്ലോ ഒറിജിനൽ നീളം അല്ലെ, അല്ലെങ്കിൽ റോപ്പിന്റെ നീളം. ലെങ്ത് ഓഫ് ഒറിജിനൽ ലെങ്ത് ഈക്വൽ ടു ഓഫ് ദ റോപ്പ് ഈക്വൽ ടു ഒറിജിനൽ ലെങ്ത് ഈക്വൽ ടു 15 മീറ്റർ എന്ന് എഴുതാമല്ലോ. കയറിന്റെ ആദ്യം ഉണ്ടായിരുന്ന നീളം സമം 15 മീറ്റർ എന്ന് എഴുതുക. അടുത്ത നമ്മൾ പേജ് നമ്പർ 85 രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം ഇതാണ്. ഹാഫ് ദ മിൽക്ക് ഇൻ എ ക്യാൻ ആൻഡ് a third of the remaining was used up and now there is 5 liters remaining. How many liters did it originally contain? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി ചെയ്യണം. പടം വരച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ മനസ്സിലാവും. ഇപ്പൊ ചോദ്യം ഇതാണ് പറയുന്നത്. ഒരു പാത്രത്തിലുള്ള പാലിന്റെ പകുതിയും മിച്ചമുള്ളതിന്റെ 1/3 ഭാഗവും ഉപയോഗിച്ചു കഴിഞ്ഞു. അപ്പൊ ബാക്കി എത്ര മിച്ചമുണ്ട്? 5 ലിറ്റർ മിച്ചമുണ്ട്.
എങ്കിൽ പാത്രത്തിൽ എത്ര ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഒരു പാത്രമൊക്കെ വരച്ച് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ പാത്രം. അതിനകത്ത് ആകെ എക്സ് ലിറ്റേഴ്സ് പാല് കൊള്ളും എന്ന് നമ്മൾ എടുക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം എന്തെഴുതാം? കപ്പാസിറ്റി ഓഫ് ദി ക്യാൻ ഈക്വൽ ടു എക്സ് ലിറ്റേഴ്സ് എന്ന് എഴുതാം. പാത്രത്തിൽ എന്തുമാത്രം കൊള്ളുന്നു എന്നുള്ളത് എക്സ് ലിറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്ന പാത്രത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താ? x/2 ആണ് അല്ലേ? അതായത് ഇപ്പം ഇതിനകത്ത് വരയ്ക്കുകയാണെങ്കിൽ ഇത്രയുമല്ലേ പകുതി ഭാഗം. അപ്പം ഈ പാത്രത്തിൽ ടോട്ടൽ കൊള്ളുന്ന എക്സ് ആയിരുന്നു. നമ്മൾ പകുതി ഉപയോഗിച്ച് കഴിഞ്ഞു, അതെടുത്ത് തീർത്തു. ഇനി ബാക്കി ഇത്രയേ ഉള്ളൂ. ഇനി ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ, അതായത് ഉപയോഗിച്ച് കഴിഞ്ഞതിൻ്റെ ഭാഗം ടോട്ടൽ എത്രയാ ഉള്ളത്? അപ്പോൾ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയുമല്ലേ? ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലേ? അതെത്ര വരും? x/2 വരുമല്ലോ, പകുതി. ആകെ എക്സ് ആണെങ്കിൽ പകുതി ഉപയോഗിച്ച് കഴിഞ്ഞു, അപ്പോൾ ബാക്കി പകുതി x/2 എന്ന് എടുക്കാമല്ലോ. ഇനി എന്താ ബാക്കി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? പാത്രത്തിലുള്ള പാലിൻ്റെ പകുതിയും മിച്ചമുള്ളതിൻ്റെ 1/3 ഭാഗം. ഇപ്പം ഇതെല്ലാം മിച്ചമുള്ളത് x/2 ആണ്. പാത്രത്തിൻ്റെ പകുതി ഉപയോഗിച്ച് കഴിഞ്ഞതും x/2 ആണ്. ആ മിച്ചമുള്ള ഭാഗത്തിൻ്റെ 1/3 ഭാഗം റിമൈനിങ് ആയിട്ട് വന്നിരിക്കുന്ന മിൽക്കിൻ്റെ 1/3, a third of the remaining milk. അപ്പോൾ അതെത്ര വരും? a third of the remaining milk എന്ന് പറഞ്ഞാൽ ഇതാണ് റിമൈനിങ് മിൽക്ക് മിച്ചമുള്ളത്. അതിൻ്റെ 1/3 ഭാഗം എന്ന് പറഞ്ഞത് ഇത്രയും ഭാഗം വരികയല്ലേ? അതും നമ്മൾ ഉപയോഗിച്ച് തീർക്കുക ചെയ്യുന്നത് അല്ലേ? അത് ഉപയോഗിച്ച് അപ്പം അതിൻ്റെ അളവ് എത്ര? ഇപ്പം ഈ ഷെയ്ഡ് ചെയ്ത അതിൻ്റെ അളവ് എത്ര? ബാക്കി ഉണ്ടായിരുന്ന x/2ൻ്റെ 1/3, 1/3 ഭാഗം. ഇതെത്ര വരും? x/1. അതായത് ന്യൂമറേറ്റേഴ്സ് മുകളിൽ കിടക്കുന്നത് രണ്ടും കൂടെ ഗുണിക്കുക, അപ്പോൾ എക്സ് കിട്ടും. താഴെ കിടക്കുന്ന ഡിനോമിനേറ്റേഴ്സ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടും. അപ്പോൾ x/6 അല്ലേ നമ്മളിപ്പോൾ ഉപയോഗിച്ചത്? ആദ്യം ഉപയോഗിച്ച x/2, പിന്നെ ഇപ്പോൾ ഉപയോഗിച്ചത് x/6. അപ്പോൾ അതും കൂടെ മാറ്റാമല്ലോ. അപ്പോൾ അതും കൂടെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് എത്രയായി പാല്? ഇത്രയും കൂടെ നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ഇനി ബാക്കിയുള്ള പാൽ എന്തുമാത്രമാണ്? ഇത്രയേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആ പകുതിയും ഈ x/6 കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞ് മിച്ചം വരുന്നത് 5 ലിറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് മുഴുവനും കൂടെ 5 ലിറ്റർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഇത്രയും ഇപ്പൊ ബാക്കിയുള്ളത് എത്ര എന്ന് എക്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഇത്രയും പകുതി എന്ന് പറയുന്നത് x/2 ആയിരുന്നു. അതിൽ നിന്ന് എത്രയും കൂടെ ഉപയോഗിച്ചു? x/6 കൂടെ ഉപയോഗിച്ചു മാറ്റി അല്ലേ? ഉപയോഗിച്ച് തീർത്തു, കുറയുക ചെയ്തത് അല്ലേ? അപ്പോൾ അതിനാണ് സബ്ട്രാക്ഷൻ. ഇത് ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അത് ഛേദം രണ്ടും സെയിം ആണോ? അല്ല. അപ്പോൾ നമുക്കത് ഒന്ന് അറേഞ്ച്മെന്റ് ചെയ്യാനുണ്ട്. ഇനി തന്നിരിക്കുന്ന എന്താ? ആ ഉപയോഗിച്ച് മാറ്റിയതും കൂടെ കഴിഞ്ഞപ്പോൾ എത്ര ലിറ്ററാണ് തന്നിട്ടുണ്ട്? 5 ലിറ്ററാണ് തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഛേദങ്ങൾ തുല്യമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ചെറിയൊരു മിനുക്ക് പണി അല്ലെ? അതായത് ഈ 2നെ നമുക്ക് 6 ആക്കാൻ പറ്റുമോ എന്ന് നോക്കും. 2നെ 6 ആക്കാൻ പറ്റുമല്ലോ. 2നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 6 ആയി. അതേ 3 കൊണ്ട് മുകളിലും ഗുണിക്കുക. അപ്പൊ ഛേദങ്ങൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി. ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് അല്ലെ? ഇനി ന്യൂമറേറ്റർ എത്ര വരും? 3x വന്നു ബൈ 6 മൈനസ് x/6 ഈക്വൽ ടു 5 എന്ന് കിട്ടിയല്ലോ. ഇനി ഛേദം അഥവാ ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ സെയിം ഡിനോമിനേറ്റർ ഇടാം. എന്നിട്ട് ന്യൂമറേറ്റേഴ്സ് അംശങ്ങൾ തമ്മിൽ കുറച്ചാൽ മതി. അപ്പോൾ എന്ത് വന്നു? 3xൽ നിന്ന് x കുറയ്ക്കുമ്പോൾ 1x കുറയ്ക്കുമ്പോൾ 2x ആയി. 2x/6 ഈക്വൽ ടു 5 എന്ന് കിട്ടിയല്ലോ. ഇനി ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്പർ ചെറുതായിരുന്നു അതാ എളുപ്പം അല്ലേ? അപ്പോൾ ഇവിടെ ഈ 2നെയും 6നെയും കൂടെ കട്ട് ചെയ്തിട്ട് 2ന്റെ ടേബിളിലുണ്ട് അല്ലേ?
അല്ലെങ്കിൽ 2 ഗുണം 1 ആണ് 2, 2 ഗുണം 3 ആണ് 6 അല്ലേ. അപ്പോൾ ഇതിനെ ഒന്നും കൂടെ നമുക്ക് എഴുതാമല്ലോ. 1 ഗുണം എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്. x/3 സമം 5 എന്ന് എഴുതാമല്ലോ. ഇനി ഇവിടെ ഹരിച്ചിരിക്കുന്ന അപ്പുറത്ത് പോകുമ്പോൾ എന്താ ഗുണനവും അല്ലേ. അപ്പോൾ x = 5 × 3 എന്ന് കിട്ടിയല്ലോ, അല്ലെങ്കിൽ x = 15 ലിറ്റേഴ്സ് എന്ന് കിട്ടിയല്ലോ. ഇനി എക്സ് ആരാ? ഇതിൻ്റെ ആകെ അളവ അല്ലേ. പാത്രത്തിൽ എത്ര ലിറ്റർ പാല് കൊള്ളുമെന്ന് കിട്ടി? പാത്രത്തിൽ 15 ലിറ്റർ പാല് കൊള്ളും എന്നെഴുതാമല്ലോ. അല്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് ദ ക്യാൻ ഈസ് 15 ലിറ്റേഴ്സ്. മനസ്സിലായല്ലോ. അപ്പോൾ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ച് വായിച്ച് അതിന് ഉചിതമായ പടം കൂടെ വരച്ച് അന്നേരം അടയാളപ്പെടുത്തി ആ ഓരോ സ്റ്റെപ്പും എഴുതി പോവുക. ഒന്നും കൂടെ പറയാം. ആകെ x ലിറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്, അത് x/2 ആണ്. ഇനി മിച്ചം ഉള്ളതിൻ്റെ അതായത് ഇപ്പം ബാക്കി പകുതി ഉള്ളത് x/2 തന്നെയാണ് ഉപയോഗിച്ചതും x/2 ആണ്. ആ മിച്ചമുള്ള x/2ൻ്റെ 1/3 ഭാഗം 1/3 കൂടെ ഉപയോഗിച്ചു. അപ്പോൾ അത് 1/3 എന്ന് പറഞ്ഞാൽ എത്ര? x/2ൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ x ഉം 1 ഉം കൂടെ ഗുണിക്കുമ്പോൾ x ഉം 2 × 3 ചെയ്യുമ്പോൾ 6. അതും കൂടെ ഉപയോഗിച്ച് തീർത്തപ്പോൾ നമുക്ക് ഇതും തീർന്നു, ഇത്രയും കൂടെ തീർന്നു. ബാക്കി ഇത്രയേ ഉള്ളൂ. അത് 5 ലിറ്ററാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എങ്ങനെയാണ് കാണുന്നത്? ആ x/2 ഉണ്ടായിരുന്നതിൽ നിന്ന് ഈ x/6 ഉപയോഗിച്ച് മാറ്റി എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷനാണ്. ഡിനോമിനേറ്റർ സെയിം ആക്കണം. ആക്കി സോൾവ് ചെയ്തപ്പോൾ 15 ലിറ്റേഴ്സിന് കിട്ടി. അപ്പം ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. നമുക്ക് വരും ക്ലാസ്സുകളിലും ആവശ്യമുള്ളതായതുകൊണ്ട് നല്ല രീതിയിൽ എഴുതി പഠിക്കുക.